الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم، فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. صدق الله العظيم. من حافظ على الصلوات كانت له نورا وبرهانا ونجاة يوم القيامة، ومن لم يحافظ عليها لم تكن له نورا ولا برهانا ولا نجاة، وكان يوم القيامة مع فرعون وقارون وهامان وأبي بن خلف. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ബറക്കത്തുകളും ഖൈറാത്തുകളും നമുക്കവൻ ഈ പ്രഭാതത്തിലും തുടർന്നും ഒഴുക്കിത്തരട്ടെ. എല്ലാവിധ നന്മകൾക്കും തൗഫീഖ് തന്ന് നമ്മെ അവൻ അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ദീനിൻ്റെ വാക്താക്കളാണ്, അഹ്ലുകാരാണ്. ദീൻ എന്ന് പറയുന്നത് വിധികളും വിലക്കുകളും ഉള്ളതാണ്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനും അള്ളാഹു വിരോധിച്ചത് വെടിയാനും ഉത്തരവാദപ്പെട്ട കടമപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. അള്ളാഹു തആല ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. അള്ളാഹു ചെയ്യരുത് എന്ന് വിരോധം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റാണ്. എന്നാൽ കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട കാര്യം ചെയ്യുന്നതും എല്ലാം ഒരേ ഗ്രേഡിലല്ല. ചിലതിന് കുറച്ച് കടുപ്പം കൂടും. എന്നാൽ ഉപേക്ഷിക്കൽ കടുപ്പമായ ഒരു കാര്യം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിംകളിലെ ചില വിഭാഗം കാണിക്കുന്ന ഒരു രീതിയാണ്. അത് മറ്റൊന്നുമല്ല, മഹാനവറുകൾ പറയാണ്, ചില മുസ്ലിമീങ്ങൾ നിസ്കരിക്കൂല. നമ്മൾ കുറച്ച് സുന്നത്ത് നിസ്കാരമൊക്കെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ പറഞ്ഞിരുന്നു, തങ്ങളവറുകൾ ഓർമ്മപ്പെടുത്തിയ. എന്നാൽ തീരെ നിസ്കരിക്കൂല, ഫർള് നിസ്കാരം പോലും ഇല്ല. ഓനിങ്ങനെ നേരം വെളുത്ത് അന്തിയായി ഇങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ് തീരണം അവൻ്റെ ചെയ്യണം. പക്ഷെ ഒരു വഖ്തും നിസ്കരിക്കുന്നില്ല. എന്നാൽ അത് കുറച്ചാളേ ഉള്ളൂ. എല്ലാവരും ഏത് നാട്ടിലെടുത്താലും ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു പറയാനാണ്? അള്ളാഹു കൽപ്പിച്ച നിർബന്ധിച്ച നിസ്കാരം എന്ന കാര്യം നിർവഹിക്കാതെ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ഉപേക്ഷിക്കൽ കടുപ്പമായ കാര്യത്തിൽപ്പെട്ടതാണ്. ഏറ്റവും വലിയ കടുപ്പുള്ള കാര്യമാണ്. അതോളം തെറ്റും കുറ്റവും വേറല്ല എന്നുള്ളതാണ്. ഏറ്റവും വെറുക്കപ്പെടുന്ന കാര്യം, ഏറ്റവും വലിയ കുറ്റം, ഹറാമുകളുടെ കൂട്ടത്തിൽ ഇത്രയും ദൂഷ്യം നിറഞ്ഞ ഹറാം, ചില മുസ്ലിമീങ്ങൾ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോളം വെറുക്കപ്പെട്ട, അതോളം ഹറാമായ, അതോളം വലിയ കുറ്റം വേറല്ല. അപ്പോൾ ഒരു കാരണവശാലും നിസ്കാരം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇപ്പോ നമ്മളും നമ്മളല്ലാത്തവരും എന്ന് പറഞ്ഞാൽ ദീനുള്ളവരും ദീനില്ലാത്തവരും മുസ്ലിമും അല്ലാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ എന്താന്ന് ചോദിച്ചാൽ നിസ്കാരമാണ്. നിസ്കരിക്കുന്നവരാണോ എന്നാ ഓ മുസ്ലിമാണ്, നിസ്കരിക്കുന്നവരല്ലേ എന്നാ പിന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല.
അതാ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമ്മളും അവരും തമ്മിലുള്ള ഉടമ്പടി അത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നുണ്ടോ? നമ്മളാണ്. നിസ്കരിക്കുന്നില്ലേ? നമ്മളല്ലാത്തവരാണ്. ഫമൻ തറകഹാ, നിസ്കാരത്തെ ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, അവൻ നിഷേധിയായി, സത്യത്തെ നിഷേധിച്ചു, ദീനിനെ നിഷേധിച്ചു. അവൻ കഫറ കാഫിറായി ഭാഷ. അപ്പൊ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് കാഫിർ തരം എന്ന് പറയാൻ മാത്രം വലിപ്പമുള്ളത് ഏതാണ്? നിസ്കാരം ഉപേക്ഷിക്കാറുള്ളതാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവരുടെ ചരിത്രം പറയുന്നു, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതിനോളം ഗൗരവമായിട്ട് സ്വഹാബത്ത് വേറൊരു വിഷയത്തെ കണ്ടിട്ടില്ല. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. കാരണം അള്ളാഹു ആ നിസ്കാരത്തെ നിർബന്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാം? ബുദ്ധിയുള്ള കാലത്തോളം നിർവഹിക്കണമെന്നാണ്. തടിക്ക് വയ്യാണ്ടായാൽ നിർത്തിക്കോളിന്നല്ല, ബുദ്ധിയുള്ള കാലത്തോളം നിർവഹിക്കണം. അപ്പൊ തടി കൊണ്ട് തീരെ വയ്യാതായാൽ പോലും ഒരു ഇളവുകൾ കിട്ടാത്ത ഒരു നിർബന്ധ കൽപ്പനയാണ് ഏത് വിഷയത്തിലുള്ളത്? നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ളത്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സത്യവിശ്വാസികൾക്ക് നിസ്കാരം എന്നത് സമയനിർണിത നിർബന്ധ കാര്യമാണ്. അതോടെ സമയത്ത് ചെയ്തോളണം. അതത്ര നിർബന്ധമുള്ള വിഷയമാണ്. ആ നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിലുള്ള അബദ്ധം ചെറുതല്ല. തിരുനബി പഠിപ്പിച്ചൊരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ ഹാഫള അല സ്വലവാത്തി, ഒരാള് 5 നേര നിസ്കാരങ്ങൾ കൃത്യമായി പുലർത്തിപ്പോരുന്ന ആളായാൽ കാനത്ത് ലഹു, ആ നിസ്കാരം അവന് ഭവിക്കാൻ പോകുന്നത് നൂറൻ, അവനക്കൊരു പ്രകാശം ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും. നമ്മൾ ഇന്നും നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുന്നതെന്താ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറ ഹാദൽ യൗമി, പടച്ചോനെ ഈ ദിവസത്തിന്റെ ഖൈർ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. വനൂറഹു, ഈ ദിവസത്തിന്റെ വെളിച്ചത്തെയും ഞങ്ങൾ നിന്നോട് തേടുന്നു എന്ന് നമ്മൾ വരുന്നതാണ്. ഈ ദിവസത്തിന്റെ വെളിച്ചം ഒരു മനുഷ്യന് അനിവാര്യമാണ്. വെളിച്ചം ഉണ്ടെങ്കിൽ ഒരു വഴിക്ക് പോകാൻ പറ്റും. ഏത് വെളിച്ചമാണ്? റാന്തൽ കത്തിച്ചിട്ടുള്ള വെളിച്ചം മാത്രമല്ല, എല്ലാ നിലക്കുള്ള ആത്മീയ മനുഷ്യന് മുന്നോട്ട് ഗമിക്കാൻ ആവശ്യമായിട്ടുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ വെളിച്ചം വേണം. ഈ ദിവസത്തിന്റെ വെളിച്ചം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. വബറകതഹു, അഭിവൃദ്ധി, ഐശ്വര്യം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്നാൽ ഒരു മനുഷ്യന് 100 കിട്ടണമെങ്കിൽ ഒരു വെളിച്ചം അവന്റെ ജീവിതത്തിൽ കിട്ടാൻ, ഇഹത്തിലും പരത്തിലും ആവശ്യമായ വെളിച്ചം അവർക്ക് കിട്ടണമെങ്കിൽ ഏത് വേണം? നിസ്കാരം കൃത്യമായി നിലനിർത്തണം. രേഖ, നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് ജയിക്കാനുള്ള രേഖ വേണം. നമ്മുടെ വാദം ജയിക്കണം, നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താം. പക്ഷെ അതിനെന്ത് വേണം? രേഖ വേണം. ഉയർന്ന ഉദ്യോഗം വേണം, അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് അറിയിക്കുന്ന രേഖ നമുക്ക് വേണം. എന്തിനും രേഖ വേണം. ഖുർആൻ, നിസ്കാരം നിർവഹിക്കാനോ അതൊരു രേഖയാണ്. വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ രക്ഷയുമാണ്. നിസ്കരിച്ചോ രക്ഷയുണ്ട്, നിസ്കരിച്ചിട്ടില്ലേ രക്ഷയില്ല. ഒരാൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല, കൃത്യത പുലർത്തിയില്ല, ആ നിസ്കാരം എനിക്ക് 100ആയി ഭവിക്കാൻ പോണില്ല. വല ബുർഹാനൻ, രേഖയായിട്ടും വരുന്നില്ല. വല നജാത്തൻ, രക്ഷയായിട്ടും വരൂല. ഖിയാമത്ത് നാളിൽ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ പരസ്യമായി ധിക്കരിച്ച് പേരുകേട്ട ആളുകളാണ് ഇവരൊക്കെ. അവരുടെ കൂടെ ആയിരിക്കും നാളെ ഖിയാമത്ത്. നല്ല മനുഷ്യന്മാരെ കൂടെ പോലും നിൽക്കാൻ കഴിയില്ല. അത്രയും അകലം അവനക്കുണ്ടാവും. 34 കോടി ഉറുപ്പിക പിരിച്ചു കൊടുത്തിട്ട് ഒരു കൊലപാതക കേസിൽ ജയിലിലകപ്പെട്ട റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ജനത മുഴുവനും കൈകോർത്തി. ആ 34 കോടിയും അറേബ്യൻ രാജ്യത്ത് എത്തി, കോടതിയിലെത്തി. അതിന്റെ ആ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കോടതി വിഹിതിച്ചു നൽകി. എല്ലാം കഴിയില്ല. പക്ഷെ ഇപ്പോഴും റഹീം പുറത്തു വന്നിട്ടില്ല.
ഇപ്പോഴും ജയിൽ മോചിതനായിട്ടില്ല. ഓരോരോ നിയമത്തിന്റെ നൂലാമാലകൾ, കടമ്പകൾ ഓരോന്നോരോന്നും ഇങ്ങനെ പോവുകയാണ്. രക്ഷല്ല. രേഖ ക്ലിയറാകണം, രക്ഷയുടെ വഴി തുറക്കപ്പെടണം, പക്ഷെ തുറക്കണില്ല. ദുനിയാവിന്റെ ചെറിയ ഒരു വിഷയത്തിൽ ചെറിയൊരു കുടുക്കിൽ കുടുങ്ങിയ ആള് രക്ഷപ്പെടാൻ കാണിക്കുന്ന ഈ കാട്ടലുകളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഓരോ മനുഷ്യന്റെയും ആക്രമം രക്ഷപ്പെടുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആലോചിച്ച് നോക്കുക. ചെറിയൊരു കുറ്റത്തിന്റെ പേരിലാണ് ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 34 കോടി ദിയാപ്പണം കൊടുത്തിട്ടും പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ ദൂതന് പറയാ, നിസ്കാരം നിലനിർത്തി പോരുകയാണോ? ഈ നിസ്കാരം ഓർക്ക് ഒളിച്ചാവും, ഈ നിസ്കാരം ഓനിക്ക് രേഖയാവും. എന്തിന്? പുറത്തേക്ക് വരാൻ, രക്ഷപ്പെടാൻ. ഈ നിസ്കാരം ഓന്റെ രക്ഷയായിട്ട് മാറും. നിസ്കരിച്ചോ, രക്ഷപ്പെടാം. അപ്പം ഒരു കുടുക്കലും കുടുങ്ങാതെ രക്ഷപ്പെടാൻ ഉള്ള മാർഗം നിസ്കാരം മാത്രമാണ്. നിസ്കാരം അത്രയും ഗൗരവമുള്ളതാണ് എന്നാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. അതോടൊപ്പം മഹാനവറുകൾ ചേർത്തു പറഞ്ഞു, വകദാലിക യജിബു അലൈക, മോനെ ഇതുപോലെ നിനക്ക് നിർബന്ധമാണ്, അൻതുഷദ്ദിദ, നീ കടുപ്പപ്പെടുത്തണം, അല അഹ്ലിക വഔലാദിക, നിന്റെ കുടുംബത്തിനും നിന്റെ കുട്ടികൾക്കും, വകുല്ലി മൻ ലക അലൈഹി വിലായത്തുൻ, നിനക്ക് ഏതൊക്കെ ആളുടെ മേലിൽ രക്ഷാകർത്തൃത്വം അധികാരം ഉണ്ടോ അവർക്കൊക്കെയും മേലിൽ നീ കടുപ്പപ്പെടുത്തണം. ഫീ ഇഖാമത്തി സ്വലാത്ത്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും നിനക്ക് അധികാരമുള്ള ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെയും ഈ കാര്യത്തിൽ കർശന നിലപാട് നീ സ്വീകരിക്കുകയും വേണം. അനുസരിച്ചിട്ടില്ലെങ്കിൽ മഹാനവറുകൾ പറയാൻ അവരോട് കോപപ്പെടണം. നമ്മളിപ്പോ ചില്ലറ കാര്യത്തിലെ വാപ്പ മോനോട് മുണ്ടണില്ല, മോൻ ബാപ്പാനോട് മുണ്ടണില്ല. എന്തേ? ദുനിയാവിന്റെ എന്തോ ചെറിയ കാര്യത്തിൽ. വാസ്തവത്തിൽ അത് ശരിയാണോ? ദുനിയാവിന്റെ കാര്യത്തിൽ മിണ്ടാണ്ടടക്കൽ ശരിയല്ല. അതേ സമയത്ത് വാപ്പ മകനോട് ദേഷ്യപ്പെടേണ്ട, കോപപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇത് നിസ്കാരം. മോൻ നിസ്കരിക്കണില്ല, വാപ്പാക്ക് മോനോട് കോപം ഉണ്ടാകണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളോട് കോപിക്കുന്ന വാപ്പമാർ എത്ര ഉണ്ടാവുമോ? പരിശോധിച്ചു നോക്കെ ഈ കാലഘട്ടത്തിൽ. ഓരോ ഇഷ്ടത്തിന് എന്നുള്ള അങ്ങനെ കാണുമോ? അപ്പോ നിസ്കാരം നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ രക്ഷാകർത്തൃത്വത്തിൽ ഉള്ളവർ നിർവഹിക്കുന്നില്ലെങ്കിൽ നീ കോപപ്പെടണം. കാരണം കോപപ്പെട്ടിട്ടില്ലെങ്കിൽ നീ ദീനിനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുണ്ടാകരുത്. കർശന നിലപാട് ആ വിഷയത്തിൽ ഉണ്ടാകും. ഇനി തീരെ വഴങ്ങുന്നില്ലെങ്കിലോ, അവസാനത്തെ ഓപ്ഷൻ മഹാനവറുകൾ പറയും, തീരെ വഴങ്ങുന്നുണ്ടെങ്കിലോ ഒല നീ ദൂരെ വെക്കണം, അവരോട് അകലം പാലിക്കണം. അവരോട്ടുള്ള അടുപ്പവും ചങ്ങാത്തവും കുടുംബ ബന്ധം കൂട്ടുബന്ധം ഒന്നും പറയാൻ പിന്നുണ്ടാകാറില്ല. അത്ര കർശന നിലപാടുള്ള സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരം എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്താം. അൽഹംദുലില്ലാഹ് നമ്മൾ നിസ്കരിക്കുന്നവരാണ്. 5 നേരം നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ജമാഅത്തിന് വരെ കൃത്യമായി പങ്കെടുക്കുന്ന ആൾ വല്ലാത്തൊരു ഭാഗ്യമാണ്. എന്നാൽ ഏതെങ്കിലും ചെറിയൊരു ശതമാനം ആളുകൾ ഇതിലൊക്കെ അകന്ന് പാലിക്കുമ്പോൾ അവരെ കുറിച്ച് പറയാനും ഓർമ്മിക്കാനും നമ്മൾ തുനിയുന്നതുമാണ്. ഏതെങ്കിലും ഈ ശബ്ദം കേട്ടിട്ട് ഒരാൾ ആ നിസ്കാരത്തിലേക്ക്, ആ കൃത്യതയിലേക്ക്, അത് കൊണ്ടെടുക്കുന്നതിലേക്ക് വന്നാൽ നമുക്ക് വിജയിച്ചാൽ നമ്മളെ മക്കളും നമ്മളെ കുടുംബവും എല്ലാവരും നന്നാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ മുസ്ലിമീങ്ങളെയും നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളാക്കി അള്ളാഹു പരിവർത്തിപ്പിച്ച് നന്നാക്കി തരട്ടെ. ചെയ്യുന്ന നിസ്കാരം തന്നെ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന, അവന്റെ പൊരുത്തം കിട്ടത്തക്ക വിധമുള്ള ഉദാത്തമായ അമലായി അള്ളാഹു സ്വീകരിച്ച് വലിയ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടാനും എല്ലാ കാര്യങ്ങളിലേക്കും വഴി തുറന്നു കിട്ടാനുമുള്ള എല്ലാത്തിനും കാരണമായി നമ്മുടെ നിസ്കാരത്തെ അള്ളാഹു നമുക്ക് ആക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.